വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, എല്ലാ രാജ്യങ്ങളിലും ഉള്ളവർ വിശ്വാസത്തിലേക്ക് വരാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വിശ്വാസം സ്വീകരിക്കാത്ത രാജ്യങ്ങളെ വിശ്വാസം സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ 33 ഭാഷകളിലുള്ള പത്രങ്ങളുമായി ചുവന്നുണ്ടെന്ന് കർത്താവിന് വേല ചെയ്യുന്നവർ, അവരുടെ അനുഭവം പറയുന്നവരെ, ആ അനുഭവം പറഞ്ഞ് വിശ്വാസം കൈമാറുന്നവരെ ആശ്വസിപ്പിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ഉടമ്പടി ചെയ്തിരിക്കുന്നവർ പുതുക്കിയിട്ടും അവരുടെ ചില കാര്യങ്ങൾക്ക് നീക്കപ്പൊക്കില്ലാത്തവർ ഇന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എക്സ്പോർട്ടുകാരെ അനുഗ്രഹിക്കുന്ന കർത്താവെ, വസ്തുവകൾ സാധനങ്ങൾ കയറ്റി അയക്കുന്നവരെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഈ യുദ്ധം മൂലം കെടുതി മൂലം കർത്താവെ തകർന്ന ബിസിനസ്സിന് തകർന്ന മുകളിലുള്ളവർ തൊട്ട് താഴെയുള്ളവർ വരെ കർത്താവെ സാമ്പത്തികമായി വിഷമിക്കുന്നുണ്ട്. പൈസ എല്ലാം വിത്തുകളായിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും അടിത്തട്ടിലുള്ളവർ കൂടുതൽ പട്ടിണിക്കാരായി മാറുന്നുണ്ട്, പരുവക്കേടായി തീരുന്നുണ്ട്. അവരെല്ലാം ആശ്വസിപ്പിക്കണമേ. എൻ്റെ കർത്താവെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നീ ഏറ്റെടുക്കണമേ. എൻ്റെ കർത്താവെ, പരസ്പരം അകന്ന് മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. മാതാപിതാക്കന്മാരും മക്കളും തമ്മിൽ മാനസികമായിട്ട് അകന്നിരിക്കുന്നവരെ, വഴിപഴിച്ച ബന്ധങ്ങൾ അകപ്പെട്ടു പോയവർ കർത്താവെ, സ്നേഹം മാത്രമാണ് വലിയ കാര്യമെന്ന് ഓർത്തുകൊണ്ട് ജീവിതം പണയം വെച്ച് കുടുങ്ങിപ്പോയ ആൾക്കാരെ കർത്താവെ അങ്ങ് ബുദ്ധിയും ബോധം വെപ്പിച്ച് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ എല്ലാ മക്കളും ഈശോനാമത്തെ ആശ്രയിക്കപ്പെടട്ടെ. ഇന്നത്തെ ദിവസം പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ നീല മേലങ്കിയ നിങ്ങൾ പൊതിയപ്പെടുകയും അമ്മയുടെ മഴവില്ലേ സാന്നിധ്യത്തിൻ്റെ അടയാളം നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ നിങ്ങളെ ചുഴന്നു നിൽക്കുകയും ചെയ്യട്ടെ. നിത്യപിതാമ്പുത്തനും പരിശുദ്ധാത്മാശ്വരം നയിക്കുവാമേ. ദൈവവചനം പല സമയത്ത് പലതരത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, ഒരു പുഴ, ഏറ്റവും വലിയ പുഴകളുണ്ടാണ്, ചെറിയ പുഴയുണ്ട്. ഇപ്പോൾ നമ്മൾ മണിമലയാറിനെ പോലെ ചെറിയ പുഴകളുണ്ട്, ആമസോൺ പോലുള്ള വലിയ പുഴകളുണ്ട്, അല്ലേ? അപ്പം ശാഖകൾ കുറയുന്നതനുസരിച്ചും അതുപോലെ തന്നെ ശാഖകൾ കൂടുന്നതനുസരിച്ച് വെള്ളം കൂടും, അല്ലേ? വെള്ളം കൂടുന്നതനുസരിച്ചുകൊണ്ട് കടൽ എവിടെയാണ് അവിടം വരെ ഇത് ഒഴുകും. ഇപ്പം കായലിൽ വന്നിട്ട് പിന്നെ ഒഴുകണ കണ്ടിട്ടില്ലേ? അപ്പം നമ്മുടെ വേമ്പനാട്ട് കായലൊക്കെ അങ്ങനെയാണ്, പമ്പാ നദിയൊക്കെ വന്ന് കായലിൽ വീണിരിക്കുകയാണ്. എന്നിട്ട് പിന്നെയും അത് ഒഴുകി പോണ കാണാം കടലിലോട്ട്, അല്ലേ? അരുവിലൊക്കെ ചെല്ലുമ്പോൾ, കുമ്പളങ്ങിലൊക്കെ ചെല്ലുമ്പോൾ അത് പിന്നെയും ആ പുഴ, കായലല്ല ആ പുഴയാണ് ഒഴുകണം. ശരിക്കും പെരിയാറും അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞത്. കായലിൽ വന്നിട്ട് പിന്നെ ഒഴുകിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ കാനഡയിലൊക്കെ ചെന്നപ്പോൾ മലയിൽ നിന്ന് കായലിലേക്കും കായലിൽ നിന്ന് കടലിലേക്കൊക്കെ ഒഴുകുന്നുണ്ട്. എന്നുവെച്ചാൽ വെള്ളം കൂടുന്നതനുസരിച്ച് വെള്ളം അതിൻ്റെ ഒഴുക്ക് നിശ്ചയിക്കും. ഇതുപോലെ തന്നെയാണ്